നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്ലാമിക ആഭിചാരത്തിന് കൂട്ടുനിൽക്കാത്ത ഭാര്യയുടെ മുഖത്ത് തിളച്ച മീൻകറി ഒഴിച്ച ഭർത്താവ് പൊള്ളിച്ച സംഭവത്തിൽ ഉസ്താദ് കുരുക്കിൽ. ഏരൂർ സ്വദേശിയ ഉസ്താദിനെതിരെ കേസെടുക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. കൊല്ലം ചടയമംഗലം ബേക്കൽ സ്വദേശി റജിലയുടെ മുഖത്താണ് ഉസ്താദിന്റെ ആഭിചാര്യക്രിയയ്ക്ക് കൂട്ടുന്നില്ല എന്ന കാരണത്താൽ ഭർത്താവ് സജീർ മീൻകറി ഒഴിച്ച് പൊള്ളിച്ചത്. അതിനാൽ തന്നെ ആവശ്യമെങ്കിൽ ഉസ്താദിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. ഇക്കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് സംഭവം. കഴിഞ്ഞ കുറച്ച് ദിവസമായി റജിലയുടെ ദേഹത്ത് സാത്താൻ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഇസ്ലാമിക ആഭിചാര പ്രകാരം മന്ത്രവാദം നടത്തുകയായിരുന്നു. അഞ്ചലിലെ ഏർത്തുള്ള ഉസ്താദായിരുന്നു ഇതിന്റെ പിന്നിൽ. ഇക്കഴിഞ്ഞ ദിവസം രാവിലെ ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഭസ്മവും തകിടുമൊക്കെ കൊണ്ടുവന്ന് സജീർ റജിലയോട് മുടി അഴിച്ചിട്ട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ഇത്തരം ആഭിചാരത്തിന് വഴങ്ങാനാകില്ല എന്ന് പറഞ്ഞ് യുവതി ബഹളമുണ്ടാക്കി. ഇതിന്റെ വൈരാഗ്യത്തിൽ അടുപ്പിലിരുന്ന മീൻകറി സജീർ റജിലയുടെ മുഖത്തേക്ക് ഒഴുക്കുകയായിരുന്നു. മീൻകറി വീണതിനെ തുടർന്ന് ഗുരുതരമായി പൊള്ളലേറ്റ റജില ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് പിന്നാലെ ഭർത്താവ് ഒളിവിൽ പോയി. സജീറിനായി അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. കുട്ടിയെ മർദ്ദിച്ചതിനും സജീറിനെതിരെ കേസെടുക്കും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. റജിലയുടെ വിശദമായ മൊഴിയെടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ബുധനാഴ്ചയാണ് സംഭവം നടക്കുന്നത്. ആഭിചാരക്രിയയ്ക്ക് കൂട്ടുനിന്നില്ല എന്ന് പറഞ്ഞാണ് ഭാര്യയ്ക്ക് നേരെ ഭർത്താവിന്റെ പീഡനമുണ്ടായത്. ഏരൂർ സ്വദേശിയായ ഉസ്താദ് ജപിച്ചു നൽകിയ ചരട് കൂടോത്രമാണ് എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഭർത്താവ് ക്രൂര പീഡനം നടത്തിയത്. ഇതിനു പിന്നാലെ റജിലയുടെ കുടുംബം തന്നെ പോലീസിൽ പരാതി നൽകി. ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരമാണ് ഭർത്താവ് തന്നോട് മുടിയഴിച്ച് സ്റ്റൂളിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടതെന്നും എന്നാൽ താൻ ഇരിക്കാത്തത് കൊണ്ട് തന്നെ ആക്രമിച്ചുവെന്നുമാണ് റജില പറയുന്നത്. ഭർത്താവ് ഉസ്താദിനെ ഫോണിൽ വിളിച്ച് തന്നപ്പോൾ തനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഉസ്താദിനോട് താൻ പറഞ്ഞുവെന്നും റജില വ്യക്തമാക്കിയിരുന്നു. ഭർത്താവ് നേരത്തെ തന്നെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നുവെന്നും പോലീസിൽ കേസ് കൊടുത്തതിനു ശേഷം കുറച്ചു നാളത്തെ ഉപദ്രവം നിർത്തിയെന്നും എന്നാൽ വീണ്ടും ഉപദ്രവം തുടരുകയായിരുന്നു എന്നാണ് റജില പറയുന്നത്. നേരത്തെയും ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് തന്നെയാണ് റജില വ്യക്തമാക്കുന്നത്. സ്ഥലം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോയത്. ആദ്യമൊക്കെ തന്നെ ഉപദ്രവിച്ചപ്പോൾ പ്രതികരിച്ചിരുന്നില്ല. പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ക്രൂര പീഡനം നടന്നത്. ചിക്കൻ ബോക്സ് വന്നപ്പോൾ ശരീരത്തിൽ പാടുകൾ വന്നുവെന്നും അതിനെ ചൊല്ലി പരിഹസിച്ച് സംസാരിച്ചുവെന്നും അതിലും മന്ത്രവാദം ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നാണ് യുവതി പറയുന്നത്.